ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. ഞാനിതാ ഒരു ഗ്ലാസ് ചായ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ ദിവസം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിന്ന് ചായക്ക് ഉണ്ടാക്കിയത് നല്ല അടിപൊളി പുട്ടായിരുന്നു. പുട്ടും എന്താ പറയുക, പഴമായിരുന്നു കേട്ടോ. അതായത് പുട്ടെന്ന് പറയുമ്പോൾ കപ്പപ്പുട്ടായിരുന്നു കേട്ടോ. ഞങ്ങളിവിടേക്ക് ഇതിന് പൂളപ്പുട്ട് എന്നൊക്കെ പറയും. പല സ്ഥലത്തേക്കും പല രീതിയിലാണല്ലോ പറയുക. അപ്പോൾ നമുക്കിത് കപ്പപ്പുട്ടാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതിന് കൂട്ടായിട്ട് നമ്മൾ നേന്ത്രപ്പഴം പുഴുങ്ങിയതായിരുന്നു കേട്ടോ. നല്ല മധുരം ഉണ്ടായിരുന്നു പഴത്തിന്. ഞാനിത് കുക്കറിലാണ് വേവിച്ചത്. പക്ഷെ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. ഞാനിത് എടുക്കാൻ വേണ്ടി കുറേ അധികം മെനക്കെട്ട് അമ്മ കുറേ ഹെൽപ്പ് ചെയ്തു കേട്ടോ. പിന്നെ അവസാനം ഒന്നും നോക്കിയില്ല. അമ്മ നല്ല ചൂടുള്ള നേന്ത്രപ്പഴം അമ്മ കൈ കൊണ്ട് അങ്ങനെ എടുത്തിട്ടു. പിന്നെ അതിനുശേഷം നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് നമുക്ക് കിട്ടിയത് ചെമ്മീനായിരുന്നു. കണ്ടോ, കുറച്ച് അധികം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. തീരെ കുഞ്ഞതല്ല, അത്യാവശ്യം നല്ല വലിപ്പമുള്ളത് കാരണം വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ചെമ്മീൻ നന്നാക്കുക എന്ന് പറയുന്നത് കുറച്ചധികം റിസ്ക് പിടിച്ച്, അതായത് കുറച്ചധികം നിന്ന് ചെയ്യേണ്ട പരിപാടിയാണല്ലോ. എന്നാലും കുഴപ്പമില്ല, ഞാൻ നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ചെമ്മീൻ നന്നാക്കുന്ന സമയത്ത് ചെമ്മീൻ ചത്തതാണെങ്കിലും എൻ്റെ കൈക്കിട്ടൊരു കുത്തൊക്കെ കിട്ടി, കൈയൊക്കെ മുറിഞ്ഞു. കുഴപ്പമില്ല, എന്നാലും ഞാനത് നന്നാക്കി എടുത്തു. അപ്പോൾ നമ്മളിന്ന് സ്പെഷ്യലായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ പച്ച കുരുമുളക് വെച്ചിട്ട്, നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ അതിൻ്റെ റീൽ കണ്ടിട്ടുണ്ടാകും, സോറി ഷോർട്ട് വീഡിയോ കണ്ടിട്ടുണ്ടാകും. നമുക്ക് വീടിൻ്റെ എന്താ പറയുക, മരത്തിൻ്റെ മേലേക്ക് കുരുമുളക് ഉണ്ടെങ്കിലും കുരുമുളകൊന്നും കിട്ടുന്നില്ല. അതിൻ്റെ ചെടി നന്നായിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുരുമുളകും കിട്ടില്ല. തപ്പി ഒപ്പിച്ച് ഞാൻ അവിടെ നിന്നൊക്കെ കുറച്ച് ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ സർവ്വസുഗന്ധി ഓൾ സ്പൈസസ് എന്ന് പറയില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ പറിച്ചെടുത്തിട്ടില്ല കുരുമുളകും ഓൾ സ്പൈസസും ഒക്കെ എടുത്തിട്ട് നമ്മൾ കുക്കിങ്ങിലേക്ക് കടക്കുകയാണ്. അപ്പോൾ തന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആദിമോനും ഉണ്ട്, അമ്മയും ഉണ്ട്, പിന്നെ ഞങ്ങൾ തന്നെയാണ്. അവൻ ഞാനിങ്ങനെ ചെയ്യുന്ന കണ്ടപ്പോൾ വന്ന് വെറുതെ ഇങ്ങനെ ഇളക്കി തന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളിനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആയിട്ട് എന്തായാലും പച്ചക്കറി വെക്കുന്നുണ്ട്. അപ്പോൾ മീനുള്ളത് കാരണം ഇനിയിപ്പോൾ അമ്മയ്ക്ക് മാത്രം പച്ചക്കറി മതി, കുറച്ചേ വെച്ചിട്ടുള്ളൂ. അടുക്കളയിലെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞതിന് ശേഷമുള്ള അവസാനത്തെ പരിപാടി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നമ്മൾ അടുപ്പ് സ്റ്റൗ കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നനച്ചിട്ടാണ് ഞാൻ തുടച്ചത് കേട്ടോ. അപ്പോൾ അത്ര വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്നാലും ആ നനവ് ഒന്ന് തുടച്ച് മാറ്റി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലാണെങ്കിലും കൂടെ നമ്മൾ എത്രത്തോളം കെയർ ചെയ്യുന്നോ അത്രത്തോളം അത് നിൽക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല രീതിക്കൊക്കെ തുടച്ച് വൃത്തിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അടുക്കളയിൽ അടിക്കലും തുടയ്ക്കലും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോഴേക്കും അമ്മ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് സമാധാനമായി, എന്തായാലും എൻ്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അമ്മ വരുമ്പോഴേക്കും എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ എനിക്ക് ചീത്തേക്കും, ഞാൻ വീഡിയോ എടുത്തിരുന്ന പണിയൊന്നും കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ചീത്തേക്കും. അപ്പോൾ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു. നിങ്ങൾ കണ്ടല്ലേ, ഞാൻ ചെമ്മീനായിരുന്നു കിട്ടിയത്. അതൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഷോർട്ട് വീഡിയോ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്, പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. ഇത് ഉണ്ടാക്കിയപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതുവരെ കാണിച്ചു തന്നിട്ടില്ല. ഇതെന്താണെന്നറിയോ, ഇത് നമുക്ക് ഹെയർ ഫോളില്ലേ, ഹെയർ ഫോൾ ഒന്ന് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, നമ്മൾ മെയിനായിട്ട് ബീട്രൂട്ടാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. ഇത് ഉണ്ടാക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് ഇടാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, നമുക്ക് ഇതിൽ ലോങ് വീഡിയോയിൽ ആഡ് ചെയ്യാന്നുള്ളത്. ഈ ഒരു സാധനം പൊളിയാണ്, അടിപൊളി സാധനമാണ് കേട്ടോ ഈ ഒരു ജ്യൂസ് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ഒരു പ്രശ്നം പറഞ്ഞുതരാം. എനിക്ക് നല്ല ഹെയർ ഫോൾ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഹെയർ ഫോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹെയർ ഇങ്ങനെ നല്ലായിരുന്നു. നിങ്ങൾ ഇതിൻ്റെ താഴേക്ക് കുറേ പഴയ വീഡിയോസ് ഉണ്ട്, അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. നല്ല അത്യാവശ്യം നല്ല തിക്കുള്ള കുറച്ച് ലോങ് ഹെയർ ആയിരുന്നു. ഇപ്പം എൻ്റെ മുടിക്ക് തിക്നെസ് കുറവാണ്. തിക്നെസ് കുറവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയർ കംപ്ലീറ്റ് ആയിട്ട് ഊരിപ്പോരാം, അതായത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്ത രീതിയിലുള്ള ഹെയർ ഫോൾ ആയിരുന്നു കേട്ടോ എനിക്ക്. ഇപ്പം ഞാൻ ആ ഒരു പ്രശ്നം ഞാൻ കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്നു. അതായത് നമുക്ക് ഈ ഒരു ഹെയർ ഫോൾ ഉണ്ടാകുക എന്ന് പറയുന്നത് ഒന്നാമത്തെ നമുക്ക് എന്തെങ്കിലും മെൻ്റലി ആൻഡ് ഫിസിക്കലി എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലുമാണ്. അപ്പോൾ മെൻ്റലി എന്ന് പറയുമ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് ഒരുപാട് പ്രശ്നമുണ്ട്. സ്ട്രെസ് ആവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഹെയറിനെ ആണെങ്കിലും ബോഡീനെ ആണെങ്കിലും ഒക്കെ നെഗറ്റീവായിട്ട് അത് ബാധിക്കും. എൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം അതായിരുന്നു. എനിക്ക് ഭയങ്കര സ്ട്രെസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു പ്രശ്നം കൊണ്ട് എൻ്റെ മുടി കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഊരി വരിക. തെമ്പത്ത് മുടി ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ വലിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഇതൊക്കെ നോർമൽ ആയിട്ടുള്ള ഹെയർ ഫോൾ ആണ് കേട്ടോ. ഇതൊക്കെ സാധാരണയായിട്ട് വരുന്നത്. പക്ഷേ എൻ്റെ കാര്യത്തിൽ അങ്ങനെ അല്ലായിരുന്നു.
വലിയ രീതിയിൽ ഹെയർ ഇങ്ങനെ റൂട്ടിൽ നിന്ന് പൊരിഞ്ഞു വരുന്ന ഒരു അവസ്ഥയായിരുന്നു. പൊട്ടി വരില്ല, പൊരിഞ്ഞു വരുന്ന ഒരു പ്രശ്നമായിരുന്നു എനിക്ക്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫിസിക്കലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, അത് അസുഖം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഹെയർ ഫോൾ ഉണ്ടാകും. ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എൻ്റെ ഒരു കേസസിൽ എനിക്ക് സ്ട്രെസ്സായിരുന്നു. ഞാനിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ പിരിമുറുക്കം സംഭവിച്ചിട്ടാണ് എനിക്ക് ഹെയർ ഫോൾ ഉണ്ടായത്. ആ സമയത്ത് ഞാൻ ഹെയർ കൈകൊണ്ട് മുടി ചീകുന്ന സമയത്തും ഇപ്പം ഞാൻ കാണിച്ചില്ല, അതേപോലെ ഇങ്ങനെ വലിച്ചെടുക്കുന്ന സമയത്തൊക്കെ ഹെയർ ഇങ്ങനെ പൊരിഞ്ഞ് വരുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അന്നത്തെ ആ സമയത്ത് ഞാൻ കണ്ടിട്ടുള്ള ഒരു ജ്യൂസാണ് കേട്ടോ ഈ ഒരു സാധനം. ഈ ഒരു സാധനം നമുക്ക് ആഴ്ചയിൽ 2 തവണ വെച്ചിട്ട് കുടിക്കണം. കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഫോളിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഞാൻ ആ ഒരു വീഡിയോയിൽ കണ്ടത്. ഞാൻ കണ്ടുപിടിച്ചതല്ല കേട്ടോ, ഞാൻ ആ വീഡിയോയിൽ അങ്ങനെയാണ് കണ്ടത്. അപ്പോൾ നമുക്കിതിന് എന്തെങ്കിലും പ്രൂഫ് വേണമല്ലോ അല്ലേ നമ്മൾ. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസവും ഞാൻ ഹെയർ മുടി ഇങ്ങനെ ചീക്കുന്ന സമയത്തൊക്കെ വരുന്ന ഹെയർ ഇല്ലേ, അത് ഞാൻ ദിവസവും ഞാൻ എടുത്ത് വെക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. ഒരു ജ്യൂസ് കുടിക്കുന്നതിൻ്റെ കൂടെ നമുക്ക് അറിയണമല്ലോ നമുക്ക് ഹെയർ ഫോൾ അവർ പറയുന്നത് വഴി കുറയുന്നുണ്ടോ എന്താണ് അവസ്ഥ എന്നുള്ള ഒരു പ്രൂഫ് വേണമല്ലോ എന്ന് ഓർത്തിട്ട് ഡെയിലി ഞാൻ മുടി ചീകുന്നത് അന്നേരം സമയത്ത് കിട്ടുന്ന ഹെയർ എല്ലാം ഞാൻ എടുത്ത് വെച്ച് കണ്ടോ ഒരു കെട്ട് മാതിരി ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഡെയിലി ബേസിസിൽ ഞാൻ എൻ്റെ ഹെയർ ഓരോ ദിവസവും മുടി ഇങ്ങനെ ചീകുന്നതിനനുസരിച്ച് നിലത്തൂടെ ഒക്കെ ഹെയർ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. നടക്കുന്ന സമയത്തൊക്കെ അച്ഛൻ എപ്പോഴും ഇങ്ങനെ പറയും ഭയങ്കര ബുദ്ധിമുട്ടായി, പുറത്ത് എവിടെയെങ്കിലും കണ്ടത്തിൽ തൊടിയിൽ എവിടെ പോയിട്ട് മുടി ചീക്കുമെന്ന് എന്നോട് പറയാം. അത്രമാത്രം ഹെയർ ഫോൾ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ ദിവസവും ഞാൻ എടുത്തു വെച്ചിട്ടുള്ള എൻ്റെ ഹെയർ ആണ് കേട്ടോ. ഇത് മാത്രമല്ല ഇതിൽ കൂടുതൽ ഉണ്ടായിരുന്നു കണ്ടോ. ഇത് മാത്രമല്ല ഇതിൽ കൂടുതൽ ഉണ്ടായിരുന്നു കേട്ടോ. കുറേയൊക്കെ ഞാൻ എടുത്ത് ഒഴിവാക്കി ഞാൻ ഇതിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ട് ഞാൻ അങ്ങനെ എടുത്ത് ഒഴിവാക്കി കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റോക്കുള്ള സാധനമാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഞാൻ ഈ ഒരു നോർമലായിട്ട് കണ്ടോ ഇങ്ങനെ വരുന്ന ഒരു ഹെയറോ 2 ഹെയറോ അതൊക്കെ നോർമലാണ് കേട്ടോ. നോർമലായിട്ടുള്ള ഹെയർ ഫോൾ തന്നെയാണ്. ഹെയർ ഫോൾ എന്ന് പറയാനല്ല, മുടി നോർമലായിട്ട് വരുന്ന ഈ ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ 2-3 മുടി കൊഴിയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എനിക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിച്ചു കേട്ടോ. വിത്ത് പ്രൂഫാണ് ഞാൻ കാണിക്കുന്നത്. എനിക്ക് എന്തായാലും ഈ ജ്യൂസ് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നുള്ളത് ഈ വീഡിയോയിൽ തന്നെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ജ്യൂസ് ഉണ്ടാക്കി കഴിക്കുന്ന സമയത്താണ് ഞാൻ ഓർത്തത് ഓക്കെ ഞാൻ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടില്ലല്ലോ. അതിന് ശേഷമാണ് കേട്ടോ ഞാൻ എൻ്റെ ഹെയർ കട്ട് ചെയ്യുന്നത്. ഞാൻ പഴയ സ്റ്റൈലിലേക്ക് പോയാലോ എന്നൊക്കെ ഞാൻ 10th പഠിക്കുന്ന സമയത്ത്, +1 +2 ഒക്കെ പഠിക്കുന്ന സമയത്തുള്ള ആ ഒരു ഹെയറിൻ്റെ, കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തുള്ള ആ ഒരു ഹെയർ കട്ട് ചെയ്തിട്ടുള്ള രീതിയിലേക്കുള്ള ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തത് അതിന് ശേഷമാണ് കേട്ടോ. ഈ ഒരു ഹെയർ ഫോൾ ജേണി കഴിഞ്ഞ് ഹെയർ ഒന്ന് ജസ്റ്റ് ഗ്രോത്ത് ആവാൻ തുടങ്ങിയതിന് ശേഷമാണ് ആ ഒരു ഹെയർ കട്ടൊക്കെ ചെയ്തിട്ടുള്ളത്. ആ ഹെയറും അത്യാവശ്യം വളർന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആ ഒരു ഹെയർ ഫോളൊന്നും ഇപ്പോൾ എനിക്കില്ല. ഈ ജ്യൂസ് ആഴ്ചയിൽ 2 ടൈം ചെയ്ത് കഴിക്കാം. നമുക്ക് എപ്പോഴാണോ അഫോർഡബിൾ ആയിട്ട് ഉള്ള സമയം കിട്ടുന്നത് അതിനനുസരിച്ച് കഴിക്കാവുന്നതാണ്. പിന്നെന്താ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് അരിച്ചിട്ടില്ല കേട്ടോ, അരിക്കാതാണ് കേട്ടോ കുടിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അരിച്ചിട്ട് കുടിക്കാം. ഞാനിത് ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് ഓർത്തത്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, നമുക്ക് ഷോർട്ട് വീഡിയോ ആക്കണ്ട, ഫുൾ വീഡിയോ ആയിട്ട് തന്നെ ആഡ് ചെയ്യാമെന്ന് ഓർത്തു. അങ്ങനെയാണ് കേട്ടോ ഈ വീഡിയോ. പെട്ടെന്നൊരു തട്ടിക്കൂട്ട് വീഡിയോ ആണ്. അപ്പോൾ എനിക്കിപ്പോൾ ഇത് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം പോയി കുളിക്കണം ഗൈസ്. കുളിച്ച് കഴിഞ്ഞിട്ട് വേണം ചെമ്മീനും കൂട്ടി ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് കുടിക്കട്ടെ കേട്ടോ. പുളിയുണ്ട് നമ്മുടെ നെല്ലിക്കേൻ്റെ. കറിവേപ്പിൻ്റെ തണ്ട്, പിന്നെ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള കറിവേപ്പില വീട്ടിൽ തന്നെ ഉള്ളതാണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ പുറമേ നിന്ന് വാങ്ങിക്കുന്ന കറിവേപ്പില ആണെങ്കിൽ കുറച്ച് അധികം നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടോ. ഒരുപാട് കെമിക്കലൊക്കെ അടിച്ചിട്ട് വരുന്ന സാധനമാണ് കറിവേപ്പില എന്നല്ല, എല്ലാം അങ്ങനെ തന്നെയാണ്. കുറച്ചധികം നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് കഴുകിയിട്ടാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഈ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള വെള്ളം തിളപ്പിച്ചാറിയിട്ടുള്ള വെള്ളമാണ് കേട്ടോ, പച്ചവെള്ളമല്ല. പുളി
നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഭദ്രമായി സൂക്ഷിച്ചു വെച്ച സാധനം. ഇനി ഞാനിത് പോയിട്ട് ഒഴിവാക്കട്ടെ കേട്ടോ. ഇത് ഞാൻ കൊണ്ടുപോയി ഒഴിവാക്കട്ടെ. നമുക്ക് ജ്യൂസ് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഞാനൊരു ഹാഫ് ബീട്രൂട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും വേണമെങ്കിൽ അതിനനുസരിച്ച് ബീട്രൂട്ട്, നെല്ലിക്ക, കറിവേപ്പില, ഇഞ്ചി, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടിയിട്ട് എടുക്കുക കേട്ടോ. ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു പോവാണേ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മതി. ഇത് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ എന്ത് ചെയ്യുക, തിളപ്പിച്ചാറിയ വെള്ളം കൂട്ടിയിട്ട് നിങ്ങൾ ജ്യൂസ് അടിക്കുമല്ലോ, അങ്ങനെ ജ്യൂസ് അടിച്ചെടുക്കുക കേട്ടോ. കറിവേപ്പില അതിൻ്റെ തണ്ടും കൂടി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ജ്യൂസ് അടിച്ചിട്ട് അത് കഴിക്കാം. വീക്ക്ലി 2 ടൈംസ് കഴിക്കുക. സ്ട്രോങ് ആയിട്ടുള്ള ഹെയർ ഉണ്ടാകാൻ വേണ്ടിയിട്ടും ഹെയർ ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ടും ഹെയർ തന്നെ കറുപ്പോട് കൂടിയിട്ട് വളരാൻ വേണ്ടിയിട്ടും ഒക്കെ വളരെയധികം നല്ലതാണ്. ശേഷം ഞാൻ പോയി കുളിച്ചു. കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് കേട്ടോ. നമ്മുടെ ചെമ്മീൻ കറിയൊക്കെ വെച്ചിട്ട് ഇവർ ഫുഡ് അടി തുടങ്ങി. എന്നെ വെയിറ്റ് ചെയ്തില്ല. പിന്നെ കുളി കഴിഞ്ഞ് വന്നതുകൊണ്ട് ഞാനും ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് അമ്മേൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ എൻ്റെ അമ്മേൻ്റെ ചേച്ചി ഉണ്ട്, രണ്ടാമത്തെ ചേച്ചി, വലിയമ്മ ഫോട്ടോ ഇതേപോലെ ഫ്രെയിമൊക്കെ ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എനിക്കും മോനും കാണാൻ വേണ്ടിയിട്ട് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോ പണ്ടത്തെ ഫോട്ടോയാണ്. എത്ര മുടി ഉണ്ടായിരുന്നു എന്ന് പറയാം ആൾക്ക്, ഒരുപാട് മുടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പൈപ്പിൽ വെള്ളം വന്നതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ നിറച്ച് വെക്കാനുണ്ടായിരുന്നു. പിന്നെ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തതാണ്. നമ്മുടെ എന്താ പറയുക, ഷേപ്പ് വെയർ ആണ് കേട്ടോ. ഇത് കോംബോ പാക്കാണ്. ഒരു 2 എണ്ണം വരുന്നുണ്ട് കേട്ടോ. ഇതിൽ വലിയ വിലയൊന്നുമില്ല. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പം അത് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ഞാൻ. കാരണം എനിക്ക് ഉണ്ടായിരുന്നു ഷേപ്പ് വെയർ, അത് എന്താ മിസ്സായിപ്പോയി, കളഞ്ഞുപോയി. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഇങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരു ലൈറ്റ് കളറിലും ഒരു ബ്ലാക്ക് കളറിലും ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല വാവ് എന്ന് പറയാൻ ഇല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം ഒന്ന് ഷേപ്പായി നിൽക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്ന കേട്ടോ. നല്ല സ്ട്രെച്ചബിളാണ് കണ്ടോ, നല്ലോണം വലിയുന്നുണ്ട്. നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിലും കൂടെ എന്തെങ്കിലും അസ്വസ്ഥതയോ കാര്യങ്ങളോ ഒന്നും തന്നെ തോന്നുന്നില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ചുരിദാറൊക്കെ ഇടുന്ന സമയത്താണെങ്കിലും നല്ല ഷേപ്പായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ, ഫുൾ ബോഡി. അപ്പോൾ നമുക്ക് രണ്ടും മാറ്റി മറിച്ചൊക്കെ ഇടാവുന്നതാണ്. ഒന്നല്ലെങ്കിൽ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഒന്ന് മാത്രം യൂസ് ചെയ്യുക, ഇല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് തിരിച്ചു മറിച്ചൊക്കെ നമുക്ക് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ കോംബോ പാക്ക് എന്ന് കണ്ടപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാൻ. കണ്ടോ, രണ്ടും നല്ല അടിപൊളിയായിട്ട് വലിയുന്നുണ്ട്. നമ്മൾ എന്താ പറയുക, ഇത് ശരിക്കും നമ്മുടെ എല്ലാവരുടെ കയ്യിലും ആവശ്യമുള്ളൊരു സാധനമാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിച്ചോളൂ കേട്ടോ. അങ്ങനെ ഉച്ചക്കലത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. വേറെ എങ്ങോട്ടും പോണില്ല. താഴെ പുഴവക്കത്ത് വരെ പോവാണ്. ആദ്യമോന് സൈക്കിൾ ഔട്ടണം, അമ്മയ്ക്ക് കുറച്ച് വിറകെടുക്കണം, എനിക്ക് കുറച്ച് നടക്കണം. അപ്പോൾ നമ്മൾ മൂന്നാളാണ് പുഴവക്കത്തേക്ക് പോകുന്നത്. പക്ഷേ അച്ഛനും കൂടി ഉണ്ടായിരുന്നു. അച്ഛൻ കടയിലേക്ക്, പീടികയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുഴവക്കത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് വരുന്ന വഴിക്ക് അച്ഛൻ അതിലേ വരാം. അപ്പോൾ ഞങ്ങൾക്ക് 4 കൂടി ഒരുമിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരാമല്ലോ. അങ്ങനെയുള്ളൊരു പ്ലാനിങ്ങിൻ്റെ പുറമെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം നമ്മളെല്ലാവരും കൂടി പുഴവക്കത്തേക്ക് പോവാണ്. അവൻ സൈക്കിൾ നന്നായിട്ട് തന്നെ ചവിട്ടുന്നുണ്ട്. അപ്പോൾ അവനൊരു എൻജോയ്മെൻറ്റും ആയിക്കോട്ടെ എന്നോർത്തിട്ടാണ് കേട്ടോ. നമ്മുടെ കാവിൽ ഉത്സവം വരികയാണ്. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ സൈക്കിൾ ചവിട്ടി ഇങ്ങനെ പുഴവക്കത്തേക്ക് പോയി. പിന്നെ അമ്മയ്ക്കാണെങ്കിൽ കുറച്ച് വിറകും എടുക്കാം, പിന്നെ എനിക്കൊരു വീഡിയോ ഷൂട്ടിങ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങളുമായിട്ടാണ് ഞങ്ങളിപ്പോൾ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. ഇവിടെയൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. പുഴേൻ്റെ ഈ സ്ഥലമൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. വേറൊന്നുമില്ല, തേങ്ങയൊക്കെ വലിച്ചതുകൊണ്ട് അവിടെയൊക്കെ നല്ല ക്ലീനാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മേൻ്റെ ജോലി ബാക്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ജോലി ഇവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യമോനാണെങ്കിൽ സൈക്കിളും കൊണ്ട് അങ്ങ് ദൂരേക്ക് പോയി. ഞങ്ങൾ അങ്ങോട്ടേക്ക് അവൻ്റെ അടുത്തേക്ക് എത്തിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിട്ട് അവനെ അവിടെ നിന്നും ദൂരത്തേക്ക് ചവിട്ടി പോവാമല്ലോ. അപ്പോൾ ഞങ്ങൾ വീണ്ടും അങ്ങോട്ടേക്ക് ചെല്ലുമല്ലോ. അങ്ങനെയുള്ളൊരു പ്ലാനിങ്ങിൻ്റെ പുറത്താണ് അവൻ നടക്കുന്നത് കേട്ടോ. സമയം ഏകദേശം ഒരു 4-4:30 ആയിട്ടുള്ളൂ കേട്ടോ. പക്ഷെ നല്ല മഞ്ഞുണ്ടായിരുന്നു, നല്ല കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ കണ്ടില്ലേ, ഈവനിങ് വാക്കാണ് കേട്ടോ. 2 കാര്യമുണ്ട്. മോനെ സൈക്കിൾ ഓടിക്കുകയും ചെയ്യാം, എനിക്ക് നടക്കുകയും ചെയ്യാം. പിന്നെ അതല്ല, ഒരു കാര്യം കൂടി ഉണ്ട്. അമ്മ കുറേ വിറക് പെറുക്കുന്നുണ്ട്. അപ്പോൾ 2 കാര്യമല്ല, 3 കാര്യമാണ്. കണ്ടോ, വിശാലമായ സ്ഥലം. ഇതൊക്കെ കണ്ടോ, ഈ വെള്ളം നിൽക്കുന്ന ഇതൊക്കെ ചാലിയായിരുന്നേ.
ഇതിൽ നിറയെ ബ്രഹ്മി ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഒറ്റൊന്നുമില്ല, ഒക്കെ പോയി. ആ ഒരു കറങ്ങിത്തിരിച്ചിലാകുമ്പോഴേക്കും അച്ഛൻ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ, കടയിൽ പോയിട്ട്. ഇനി നമ്മളെല്ലാവരും കൂടി വീട്ടിലേക്ക് തിരിച്ച് പോവാണ്. ആ പോണ പോക്കിൽ എനിക്ക് 2 വലിയ ഓലേൻ്റെ മട്ടലും കൂടി കിട്ടിയിട്ടു. അതും തോളിൽ വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. പുഴക്കത്ത് 2 ആളുകൾ കാര്യമായിട്ട് മീൻ പിടിക്കുന്നുണ്ട്. എൻ്റെ മക്കളോ, എൻ്റെ അമ്മേ, ഞാൻ കുഴങ്ങിയേ. ഈ സൈക്കിള് ഇന്ന് ഈ വഴി കൂടെ കയറ്റിയിട്ട് ഞാൻ കുഴങ്ങിയേ. ഈ വഴി കൂടെ ഇതിൽ കൂടെ കയറ്റിയിട്ട് ഞാൻ കുഴങ്ങിപ്പോയേ. അമ്മ ഇതാ, അമ്മ വിളിക്കുന്ന അച്ഛൻ കാണുന്നില്ല. ഓ മൈ ഗോഡ്. വൈകുന്നേരം നമുക്ക് ചായക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചേമ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേമ്പാണ് നമുക്കിന്ന് ചായക്ക് കൂട്ടാനുള്ളത്. പിന്നെ നോർമൽ ചായ ഉണ്ട്, പിന്നെ കുറച്ച് കട്ടൻ ചായയും കൂടി വെക്കണം. കട്ടൻ ചായ രാത്രിക്കാണ് കേട്ടോ, അത് വൈകുന്നേരം നമുക്ക് ചായക്ക് കൂട്ടാനുള്ള പാൽ ചായയാണ്. രാത്രി കട്ടൻ ചായ എന്താ കുടിക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാത്രി നമ്മൾക്ക് ചോറ് കഴിക്കുക എന്നുള്ളൊരു പതിവില്ല കേട്ടോ. ചോറുണ്ടെങ്കിൽ അത് മോന് കൊടുക്കുക ചെയ്യുക. ഇപ്പോൾ ഈ ഇടയായിട്ട് ഞങ്ങൾ രാവിലത്തെ എന്തെങ്കിലും ഫുഡ് ഉണ്ടെങ്കിൽ അത് കഴിക്കും, അല്ലെങ്കിൽ വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കുക ചെയ്യുക. അപ്പോൾ പത്തിരിയോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ ചായ കുടിക്കുകയാണ് കേട്ടോ. ചേമ്പാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇവൻ അത്യാവശ്യം കഴിക്കുള്ളൂ, കൂടുതലൊന്നും മോൻ കഴിക്കില്ല കേട്ടോ. അവന് അത്ര വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും കുറച്ചൊക്കെ കഴിക്കും, അത്രയേ ഉള്ളൂ. എപ്പോഴും പുറമേ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങളും ഉണ്ടാക്കുന്നത് മാത്രം കഴിച്ചാൽ പോരല്ലോ, ഈ വക നാടൻ കാര്യങ്ങളും കൂടി കഴിക്കണമല്ലോ അല്ലേ. അതിനുശേഷം ഇത് ഹോംവർക്കല്ല, വീട്ടിൽ ചെയ്ത് പഠിക്കുകയാണ് കേട്ടോ, കണക്കൊക്കെ ചെയ്ത് പഠിക്കുകയാണ്. വൈകുന്നേരം സന്ധ്യാസമയം ആകുമ്പോഴേക്കും നമ്മുടെ വീട്ടിൽ ഭയങ്കര കൊതുകുണ്ട് കേട്ടോ, കാടായത് കാരണേ. അപ്പോൾ അത് കാരണം ഇങ്ങനെ ഒരു ചട്ടിയിൽ കണലിട്ടിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് നമ്മൾ പുകയ്ക്കും കേട്ടോ. പിന്നെ രാത്രിയത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്തിരിയാണ്, പത്തിരി ചെമ്മീനുമാണ് നമ്മൾ കഴിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല കുറച്ച് ഇഡ്ഡലി കൂടി ഉണ്ടായിരുന്നു കേട്ടോ, അത് അമ്മ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതും കൂടി കൂട്ടിയിട്ടാണ് നമ്മളിന്ന് നൈറ്റിൽ നമ്മുടെ ഫുഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ചെമ്മീനാണ്. പിന്നെ അതേപോലെ ഹെയർ ഫോൾ ഉള്ളത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഡെയിലി ബേസിസിൽ ഇതേപോലെ ഹെഡ് നന്നായിട്ട് മസാജ് ചെയ്യാറുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ബ്ലഡ് സർക്കുലേഷന് വളരെയധികം നല്ലതാണ്. ഇങ്ങനെ കട്ടിലിൻ്റെ മേലെ കിടന്നിട്ട് മുടി താഴേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്യും. ഇത് വേറെ ആരെങ്കിലും ചെയ്ത് തരുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. നമ്മൾ സ്വയം ചെയ്യുന്നതിനേക്കാളും നല്ല വേറെ ആൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സുഖം ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അതിനുശേഷം ഈ കാണുന്നത് പോലെ നമ്മൾ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം അണ്ടർ ഐ ക്രീം ഇടാറുണ്ട് കേട്ടോ. ഞാൻ ഡെയിലി ഇപ്പോൾ അണ്ടർ ഐ ക്രീം ഇടാറുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ക്രീമൊന്നും താല്പര്യമില്ലെങ്കിൽ DIYs ഉണ്ട്, അതിൽ ഏതെങ്കിലും നോക്കിയിട്ട് ട്രൈ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നതിനോട് തന്നെ ഫേസിലുള്ള ഫാറ്റാണ് ആദ്യം കുറയുക, അപ്പോൾ കണ്ണിൻ്റെ താഴെ ഒരു കുഴി മാതിരി വരുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് എംകാഫിൻ്റെ ഒരു അണ്ടർ ഐ ക്രീമാണ് കേട്ടോ. അണ്ടർ ഐ ക്രീം റിംഗ് ഫിംഗർ വെച്ചിട്ടാണ് നമ്മൾ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതേ മാത്രമല്ല വളരെ സോഫ്റ്റ് ആയിട്ട് വേണം നമ്മൾ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് DIYs ഏതെങ്കിലും ചെയ്യുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ഏതെങ്കിലും നോക്കിയിട്ട് ചെയ്താലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഈ ഒരു എന്താ പറയുക, അണ്ടർ ഐ ക്രീം നല്ലൊരു തണുപ്പും കൂടി കിട്ടുന്നുണ്ട് കേട്ടോ, വ്രിങ്കിൾസ് മാറാനൊക്കെ നല്ലതാണ്. അതിനുശേഷം ഫേസിൽ നമ്മുടെ ഡെർമറ്റോക്കിൻ്റെ നിയാസിനമൈഡിൻ്റെ ഫേസ് സിറം ഉണ്ടല്ലോ, അത് ഇടാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. ഇത് അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നിങ്ങളുടെ സ്കിന്നൊരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ഓയിലി ആണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നൊരു സാധനമാണ്, ഞാൻ ഗ്യാരണ്ടിയാണ് കേട്ടോ. കാരണം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഫേസ് ഒരു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പാണ്. അപ്പോൾ T-സോണിലൊക്കെ നന്നായിട്ട് തന്നെ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം നമ്മളൊരു ബലൂണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചു തന്നിട്ട് ഒരു വീഡിയോ ചെയ്ത് കണ്ടില്ലെങ്കിൽ ഐക്കാർട്ടിൽ കൊടുക്കാൻ നിങ്ങൾ കണ്ടു വെക്കണേ. ആ ഒരു പ്രശ്നം ഈ ഫേസിൽ T-സോണിൽ ഉണ്ടാകുന്ന ഓയിൽനെസ്സൊക്കെ മാറാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന കേട്ടോ. ഓയിലി സ്കിന്നുകാർക്ക് വളരെയധികം നല്ലതാണ്. നമ്മുടെ ഫേസിലുണ്ടാകുന്ന പോഴ്സിനെയൊക്കെ ഒന്ന് മിനിമൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ. ഓയിൽനെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് ഞാനിവിടെ ചെയ്യുന്നത് ഒരു ലിപ്
കെയർ ആണ്. ലിപ്പ് കെയർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നല്ല തണുപ്പുള്ളതിനോണ്ട് തന്നെ എൻ്റെ ചുണ്ടിലുള്ള സ്കിന്ന് അത്യാവശ്യം ചെറിയ രീതിയിൽ പൊട്ടുന്നുണ്ട്, വല്ലാതെ ഡ്രൈ ആവുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഇത് ലിപ് ബാം അല്ല കേട്ടോ, ഒരു ഓയിൻമെൻ്റ് ആണ്. ഞാൻ ഡോക്ടറെ കാണിച്ചിട്ട് വാങ്ങിയത്. അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് പറയാത്തത്. നിങ്ങൾക്ക് താല്പര്യമുണ്ട്, അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഹെയർ ഫോളിൻ്റെ ആ ഒരു ഡ്രിങ്ക് നിങ്ങൾ ആഴ്ചയിൽ ഒരു 2 തവണ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇനി കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണേ. ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണം നിങ്ങൾ കേട്ടിട്ടില്ലേ? അതേപോലെ തന്നെ ഒരു പൊട്ടും കൂടി വെച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.